ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഡെഫിനിഷൻസും തിയറംസൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്നും നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷനിലൊരു തിയറമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. ഇവിടെ ലെറ്റ് ഐ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ and let f from I to R be continuous on I. Then f of I equals set of all f of x such that x belongs to I is a closed bounded interval. ഇതാണ് നമുക്കിന്ന് പ്രൂവ് ചെയ്യേണ്ടത്. I എന്നത് ഒരു ഇൻ്റർവെല്ലാണ്. അതിൻ്റെ പ്രത്യേകത ക്ലോസ്ഡും ആണ് ബൗണ്ടഡും ആണ്. ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ് I എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ തന്നത് എഫ് എന്നത് ഐയിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. മനസ്സിലായോ? എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്കറിയാം എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐക്കകത്തെ എക്സുകൾക്ക് വരുന്ന ഇമേജസിന്റെ കളക്ഷനാണ് അല്ലേ? എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ്. അതായത് ഇമേജ് സെറ്റാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ. അത് ക്ലോസ്ഡും ബൗണ്ടഡും ആയിരിക്കും. അതായത് ഐ ക്ലോസ്ഡ് ബൗണ്ടഡ്, എഫ് കണ്ടിന്യൂസ്, ദെൻ എഫ് ഓഫ് ഐ ക്ലോസ്ഡ് ബൗണ്ടഡ്. അതായത് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എന്തായിരിക്കും? അതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആയിരിക്കും. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ഇസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ. ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിന്റെ കണ്ടിന്യൂസ് ഇമേജും ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇന്നത്തെ. ഇവിടെ ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഐ എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഈസ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എഫ് ഓഫ് ഐ എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെങ്കിൽ ഇവിടെ എഫ് സാധാരണ ഫംഗ്ഷൻ അല്ല, എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഇമേജ് എങ്ങനെ ആവുള്ളൂ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഐ എന്നതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, എഫ് എന്നതൊരു കണ്ടിന്യൂസ് ഇമേജ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഐ എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്ന പോയിന്റ്സ് നോക്കാം. ഇവിടെ ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, എഫ് എന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, എഫ് എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യം ഒരു ബൗണ്ടഡ്നെസ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ? ബൗണ്ടഡ്നെസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അത് എല്ലാവരും നന്നായിട്ട് വായിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആ തിയറം. അതായത് തിയറം പറയുന്നത് എങ്ങനെയാണ്? ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആവുകയും എഫ് ഐയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുകയും ചെയ്താൽ എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആയിരിക്കും അല്ലേ? മനസ്സിലായോ? ഒരു ബൗണ്ടഡ് ഐ എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആയിരിക്കും. ഇതാണ് ബൗണ്ടഡ്നെസ് തിയറം പറയുന്നത്. അപ്പൊ അത് പ്രകാരം നമുക്ക് എഫ് ഓഫ് ഐ ബൗണ്ടഡ് എന്ന് പറയാം. അപ്പൊ ഒരു തന്ന കണ്ടീഷൻ വെച്ച് നമുക്കൊരു തിയറം അപ്ലൈ ചെയ്തിട്ട് എഫ് ഓഫ് ഐ ഈസ് ബൗണ്ടഡ്, എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഐ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, ഐയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ്നെസ് തിയറം പ്രകാരം എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആണ്. എഫ് ഓഫ് ഐ എന്നുള്ളത് ഒരു ഇമേജ് സെറ്റ് ആണ്. അപ്പോൾ ആ ഇമേജ് സെറ്റ് ബൗണ്ടഡ് ആണ്. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐക്കകത്തെ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സിന്റെ കളക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇത് ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ വരയ്ക്കുകയാണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഐക്കകത്തെ ഓരോ എക്സ് എടുത്താൽ, ഞാൻ ഇവിടെ ഒരു എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്, ഇവിടെ ഒരു എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇത്തരം എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ്. ഐക്കകത്തെ ഓരോ എക്സുകൾക്കും വരുന്ന എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫംഗ്ഷന്റെ ഇമേജ് സെറ്റ്, റേഞ്ച് സെറ്റ്. കൂടാതെ നമുക്കറിയാം ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് എപ്പോഴാണ് പറയാം? ഇവിടെ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്, റേഞ്ച് സെറ്റാണ് അല്ലെങ്കിൽ ഇമേജ് സെറ്റാണ്. ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് എപ്പോഴാണ് പറയാം? ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് പറയാം അത് ബൗണ്ടഡ് എബോയും ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കും. നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് ഐ എന്നുള്ള സെറ്റ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അത് ബൗണ്ടഡ് എബോയും ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം അല്ലേ? എഫ് ഓഫ് ഐ എന്നുള്ളത് ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്, ആറിന്റെ ഒരു ബൗണ്ടഡ് ആയ സബ്സെറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം ഇതിന് സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യും. ബൗണ്ടഡ് എബോ ആയതുകൊണ്ട് സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ആറിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ട്. ആറിന്റെ ഏതൊരു ബൗണ്ടഡ് എബോ ആയ സെറ്റിനും
സുപ്രീമവും ആറിൻ്റെ ഏതൊരു ബൗണ്ടഡ് ബിലോ ആയ സെറ്റിന് ഇൻഫിമവും എക്സിസ്റ്റും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഓഫ് ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് എബോയുമാണ്, ബൗണ്ടഡ് ബിലോയുമാണ്, ആറിൻ്റെ സബ്സെറ്റ് ആണ്. സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ് 6, അതിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം, അതിലെ സുപ്രീമം പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് ഐ ബൗണ്ടഡ് എബോ ആയതുകൊണ്ട് അതിന് സുപ്രീം എക്സിസ്റ്റും, ഇൻഫിമം പ്രോപ്പർട്ടി പ്രകാരം ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് ഇൻഫിമവും എക്സിസ്റ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഫ് ഓഫ് ഐക്ക് ഒരു സുപ്രീമവും ഉണ്ട്, ഇൻഫിമവും ഉണ്ട്. നമുക്ക് സുപ്രീമത്തെയും ഇൻഫിമത്തെയും ഓരോ ഇതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് സുപ്രീം എക്സിസ്റ്റും ഇൻഫിം എക്സിസ്റ്റും. നമുക്ക് സുപ്രീമത്തെ എഫ് ഓഫ് ഐൻ്റെ സുപ്രീമത്തെ ക്യാപിറ്റൽ എം കൊണ്ടും അതേപോലെ തന്നെ ഇൻഫിമത്തെ സ്മോൾ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റും നമുക്ക് മനസ്സിലായി. ഞാൻ സുപ്രീമത്തെ ക്യാപിറ്റൽ എം കൊണ്ടും ഇൻഫിമത്തെ സ്മോൾ എം കൊണ്ടും റെപ്രസെന്റ് ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു എഫ് ഓഫ് ഐൻ്റെ സുപ്രീമം എം ആണ് അല്ലേ? അതായത് സുപ്രീമം എഫ് ഓഫ് ഐ ഈക്വൽസ് ക്യാപിറ്റൽ എം എന്ന് നമ്മൾ പറഞ്ഞു. സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് സുപ്രീമം അല്ലേ? ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നു ഇവിടെ. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആരുടെ? എഫ് ഓഫ് ഐൻ്റെ അല്ലേ? ആര്? ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്നത് എഫ് ഓഫ് ഐൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷനൊക്കെ നമ്മൾ ആ ഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സെറ്റിന് അപ്പർ ബൗണ്ടുകൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഓഫ് ഐൻ്റെ അപ്പർ ബൗണ്ടുകളിലെ ലീസ്റ്റ് ക്യാപിറ്റൽ എം ആണ്. അതിനർത്ഥം ക്യാപിറ്റൽ എം എഫ് ഓഫ് ഐൻ്റെ അപ്പർ ബൗണ്ട് തന്നെയാണ് അല്ലേ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇംപ്ലൈസ് ക്യാപിറ്റൽ എം ഈസ് an upper bound അല്ലേ? അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ഐൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് ക്യാപിറ്റൽ എം എന്ന് പറയാം. മനസ്സിലായോ? അപ്പർ ബൗണ്ടിൻ്റെ ഡെഫിനിഷൻ എന്താ? അപ്പർ ബൗണ്ടിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എപ്പോൾ ഒരു നമ്പറിനെ അപ്പർ ബൗണ്ട് എന്ന് പറയാം. ഇപ്പം എമ്മിനെ എഫ് ഓഫ് ഐൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയണമെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എലമെന്റ്സ്, എഫ് ഓഫ് ഐക്കകത്ത് എലമെന്റ്സുകൾ ആരാ? എഫ് ഓഫ് ഐക്കകത്ത് എലമെന്റ്സുകൾ എഫ് ഓഫ് എക്സുകളാണ്. എഫ് ഓഫ് ഐക്കകത്ത് കംപ്ലീറ്റ് ഫോർ ഓൾ അല്ലേ? എഫ് ഓഫ് ഐക്കകത്ത് കംപ്ലീറ്റ് എലമെന്റുകളും എമ്മോ എമ്മിനും താഴെ വന്നാലാണ് നമ്മൾ എം അപ്പർ ബൗണ്ട് എന്ന് പറയാം അല്ലേ? ഇവിടെ ക്യാപിറ്റൽ എം എഫ് ഓഫ് ഐൻ്റെ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകളും, എഫ് ഓഫ് ഐക്കകത്തെ എലമെന്റ്സ് നമുക്കറിയാം, ഐക്കകത്തെ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സിന്റെ കളക്ഷനാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകൾ എമ്മോ എമ്മിന് താഴെ വരും. ക്ലിയർ ആണല്ലോ? നമുക്കിതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കാം. അതായത് നമുക്കിങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ക്യാപിറ്റൽ എം ഫോർ ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ എന്ന് എഴുതുന്നത് എക്സ് ബിലോങ്സ് ടു ഐ എന്ന് എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇത് മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ നമുക്ക് ഇൻഫിമവും തന്നിട്ടുണ്ട്. ഇൻഫിമവും നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഇൻഫിമം എഫ് ഓഫ് ഐ എന്നത് സ്മോൾ എം ആണ്. ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് എഴുതുന്നത് ഇൻഫിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. മനസ്സിലായോ? അതായത് GLB, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലേ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് സ്മോൾ എം എന്ന് പറഞ്ഞാൽ. അതായത് എഫ് ഓഫ് ഐൻ്റെ ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും വലുത്. ഈ അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്, സുപ്രീമം, ഇൻഫിമം എന്ന ഡെഫിനിഷൻസിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ എഫ് ഓഫ് ഐൻ്റെ ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും വലുതാണ് സ്മോൾ എം. അതിനർത്ഥം സ്മോൾ എം, എഫ് ഓഫ് ഐൻ്റെ സ്മോൾ എം ഈസ് എ ലോവർ ബൗണ്ട്. ഞാൻ സ്മോൾ അങ്ങനെ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്. ലോവർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐൻ്റെ ലോവർ ബൗണ്ടാണ് സ്മോൾ എം. ലോവർ ബൗണ്ടിൻ്റെ ഡെഫിനിഷൻ എന്താ? എഫ് ഓഫ് ഐൻ്റെ ലോവർ ബൗണ്ടാണ് സ്മോൾ എം എങ്കിൽ എഫ് ഓഫ് ഐക്കകത്തെ ഏത് എഫ് ഓഫ് എക്സുകൾ എടുത്താലും അല്ലേ? ഫോർ ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എലമെന്റുകളും എമ്മോ എമ്മിനും മുകളിലോ ആയിരിക്കും. ലോവർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ അതാണ്. സ്മോൾ എം എന്നത് എഫ് ഓഫ് ഐൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എലമെന്റ്സും സ്മോൾ എമ്മോ അതിന് മുകളിലോ ആയിരിക്കണം. മനസ്സിലായോ? നമുക്കിത് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ടും ഇവിടെ എഴുതാം. അതായത് സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽസ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു, അത് ഇത് തന്നെയാണ്. ഫോർ ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ. സെയിം പോയിന്റ്സ് തന്നെയാണ്. രണ്ടും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ, ഞാനിത് വായിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ നോക്കൂ, എഫ് ഓഫ് ഐക്കകത്തെ ഫോർ ഓൾ എഫ് ഓഫ് എക്സ്, ഫോർ ഓൾ
എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എലമെന്റുകളും സ്മോൾ എമ്മിനേക്കാൾ വലുതാണ്, എന്നാൽ ക്യാപിറ്റൽ എമ്മിനേക്കാൾ താഴെയുമാണ്. ക്ലിയർ ആണല്ലോ? എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകളും ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം എന്ന് പറയാൻ പറ്റും. ഇതിനെ നമുക്ക് വേറെ വിധത്തിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു, ഇത് നമ്മളൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആയിട്ട് എടുക്കുമ്പോൾ സ്മോൾ എം കോമ ക്യാപിറ്റൽ എം. ഒപ്പം ഇത് എഴുതാം ഫോർ ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് ഐ എന്ന് എഴുതാം. ഇതിനർത്ഥം എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകളും ഈ ഇന്റർവെല്ലിലുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ സെറ്റിനകത്തെ കംപ്ലീറ്റ് എലമെന്റുകളും ഈ ഇന്റർവെല്ലിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ഐ സബ്സെറ്റ് സ്മോൾ എം ക്യാപിറ്റൽ എം എന്ന് എഴുതാം. കാരണം എന്താ? എ സബ്സെറ്റ് ബി എന്ന് പറയണമെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം എക്കകത്തെ എലമെന്റ്സ് എല്ലാം ബിക്കകത്ത് ഉണ്ടാവണം, എങ്കിലേ എ സബ്സെറ്റ് ബി എന്ന് പറയാം. ഇവിടെ എഫ് ഓഫ് ഐ സബ്സെറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ സ്മോൾ എം കോമ ക്യാപിറ്റൽ എം എന്ന് പറയാൻ കാരണം എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകൾ അല്ലെ, എഫ് ഓഫ് ഐക്കകത്തെ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകൾ ഇതിനകത്തുണ്ട്, ഈ ഇന്റർവെലിനകത്തുണ്ട്, ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെലിനകത്തുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് ഐ എന്നത് ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ പോയിന്റ് എഴുതാം. അതായത് ഇത് ഇനി മായ്ക്കാം, നമുക്കിത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇത് മായ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റായിട്ട്, മൂന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് എഫ് ഓഫ് ഐ സബ്സെറ്റ് സ്മോൾ എം ക്യാപിറ്റൽ എം എന്ന് എഴുതാം. ഇനി നമ്മൾ തിരിച്ചുകൂടി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ സ്മോൾ എം കോമ ക്യാപിറ്റൽ എം സബ്സെറ്റ് എഫ് ഓഫ് ഐ എന്ന് എഴുതുകയാണെങ്കിൽ രണ്ടും കൂടി നമുക്ക് ചേർത്തിട്ട് ഈക്വൽ എഫ് ഓഫ് ഐ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോണത് തിരിച്ച് സബ്സെറ്റ് ആണ് പ്രൂവ് ചെയ്യലാണ്. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ സ്മോൾ എം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ സ്മോൾ എം കോമ ക്യാപിറ്റൽ എം സബ്സെറ്റ് എഫ് ഓഫ് ഐ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടാണിത്. അപ്പോൾ നമുക്കറിയാം ഈ സബ്സെറ്റ് അല്ലെങ്കിൽ ഈ ഇന്റർവെൽ ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തെ കംപ്ലീറ്റ് എലമെന്റ്സും എഫ് ഓഫ് ഐക്കകത്താവണം അല്ലെ. ഇതിനകത്തെ എല്ലാ എലമെന്റുകളും എഫ് ഓഫ് ഐക്കകത്താവണം. സ്മോൾ എം എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവണം, സ്മോൾ എം കഴിഞ്ഞുള്ള എല്ലാ എലമെന്റ്സും എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവണം, ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവണം. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും രണ്ട് തലക്കിലുള്ള ആളുകൾ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐയിലെ മെമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഇന്റർവെൽ എടുത്തു. ഞാനിവിടെ ഒരു പിക്ചർ വരയ്ക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ഐ എന്നുള്ളത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. ഇതാണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. ഇതേ ചിത്രം തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇന്റർവെൽ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചു. നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആ തന്നിട്ടുണ്ട്. ഈ ഐ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. നമുക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരു തിയറം യൂസ് ചെയ്യണം, മാക്സിമം മിനിമം തിയറം യൂസ് ചെയ്യണം. നമ്മൾ തൊട്ട് മുൻപത്തെ തിയറത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോൾസാനോ വീസ്ട്രാസ് തിയറത്തിന്റെ കൊറോളറിയിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മാക്സിമം മിനിമം തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ മാക്സിമം മിനിമം തിയറ പ്രകാരം ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന് ആ ഇന്റർവെല്ലിൽ ആബ്സലൂട്ട് മാക്സിമവും ആബ്സലൂട്ട് മിനിമവും ഉണ്ടാവും. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ. ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന് ആ ഇന്റർവെല്ലിൽ ഒരു മാക്സിമവും ഒരു ആബ്സലൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്യും. ഒരു മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ ഇന്റർവെല്ലിൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. എഫ് എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ആർ എക്സിസ്റ്റ് ചെയ്യും, ഒരു മാക്സിമവും എക്സിസ്റ്റ് ചെയ്യും, ഒരു മിനിമവും എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞാൽ മതി, സുപ്രീമം എന്നുള്ളത് മാക്സിമമായി മാറും. ഇവിടെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സുപ്രീം എന്നുള്ളത് വാക്ക് ഉപയോഗിക്കേണ്ട മാക്സിമം. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഒന്നാണ്, മാക്സിമം സുപ്രീം എന്നുള്ളത് ഒന്നാണ്. അപ്പോൾ ഇവിടെ ആർ എക്സിസ്റ്റ് ചെയ്യും, ഒരു മാക്സിമം എക്സിസ്റ്റ് ചെയ്യും അല്ലേ. മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. ആ മാക്സിമത്തെ നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ എം എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് എന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എഫ് എന്ന ഫംഗ്ഷന് തീർച്ചയായിട്ടും ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ആബ്സലൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ എന്ന് പറയാം. എഫ് ഓഫ് എക്സ് സ്റ്റാർ അപ്പോൾ തന്നെ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പോൾ ബി എന്ന് പേര് കൊടുക്കാം. ബി സ്മോൾ ബി എന്നുള്ള, അതായത് ഐ എന്ന ഇന്റർവെല്ലിൽ
ബി എന്ന പോയിന്റിലാണ് ഫംഗ്ഷന് മാക്സിമം സംഭവിച്ചെന്ന് വിചാരിച്ചോളൂ. മാക്സിമത്തെ ഓൾറെഡി നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, സുപ്രീമത്തെ ഓൾറെഡി ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ എം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ ഫംഗ്ഷന് ഈ ഇന്റർവെല്ലിൽ ഒരു പോയിന്റിൽ മാക്സിമം കാണാം, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലും മാക്സിമം ഉണ്ടാവും. ഞാൻ ആ പോയിന്റിനെ ബി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബി ആണെങ്കിൽ എം എന്നത് യഥാർത്ഥത്തിൽ ആരായിരിക്കും? എഫ് ഓഫ് ബി ആയിരിക്കും. നമുക്കറിയാം എം എന്നത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ എം എഫ് ഓഫ് ബി ആയിരിക്കും. നമുക്ക് അങ്ങനെ എഴുതാം, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി എന്ന് എഴുതാം. നോക്കൂ, ഇതേപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇന്റർവെല്ലിൽ ആരും എക്സിസ്റ്റ് ചെയ്യും, ആബ്സലൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്യും. നമ്മളെ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആബ്സലൂട്ട് മാക്സിമവും ആബ്സലൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്യും. ആബ്സലൂട്ട് മിനിമം സംഭവിക്കുന്നത് നമുക്ക് ഈ പോയിന്റിൽ ഒരു എ എന്ന് മാർക്ക് ചെയ്യാം. എ ബി എന്ന് മാർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, ഇത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഞാൻ എയും ബി എന്ന് മാർക്ക് ചെയ്തു. എയിലാണ് ആബ്സലൂട്ട് മിനിമം സംഭവിച്ചത്. അപ്പോൾ ഈ പോയിന്റിലാണ് ആബ്സലൂട്ട് മിനിമം സംഭവിച്ചത്. ഈ മിനിമം ഹൈറ്റ് എത്രയാ? എഫ് ഓഫ് എന്ന് ഡിനോട്ട് ചെയ്യും. പക്ഷേ ആക്ച്വലി എഫ് ഓഫ് എന്നുള്ളത് അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ ഇൻഫിമം നമ്മൾ സ്മോൾ എം എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, സ്മോൾ എം ആണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ എം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ അല്ലേ, സ്മോൾ എം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എന്ന് നമ്മൾ എടുത്തു. സ്മോൾ എം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആണ്. എയും ബി ഒക്കെ ഐക്യകത്താണ്. ഇവിടെ ബി എന്ന് പറഞ്ഞാലും ഐക്യകത്തുണ്ട്, എ എന്ന് പറഞ്ഞാലും ഐക്യകത്തുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ പിക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. ഇത് മായ്ച്ചു, ഇത് മായ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പറയാൻ പോകണം. നോക്കൂ, നമുക്കറിയാം ഈ ബി എന്നത് അല്ലെങ്കിൽ എ എന്നത് ഐക്യകത്ത എലമെന്റാ, ശരിയല്ലേ? എ എന്നത് ഐക്യകത്ത എലമെന്റാ. അപ്പൊ തീർച്ചയായിട്ടും ഈ എഫ് ഓഫ് എ എന്നത് എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും. കാരണം എഫ് ഓഫ് ഐക്കകത്ത് ആരാ? ഐക്യകത്തെ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സിന്റെ കളക്ഷനാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ അല്ലെ. ഐക്യകത്തിന് ഞാനൊരു എലമെന്റ് എടുത്താൽ അതിന്റെ ഇമേജ് എഫ് ഓഫ് ഐക്കകത്തുണ്ട്. ഇവിടെ എ എന്നുള്ളത് ഐക്യകത്തായതുകൊണ്ട് തീർച്ചയായിട്ടും എഫ് ഓഫ് എ എന്നുള്ളത് എഫ് ഓഫ് ഐക്കകത്താണ്. നോക്കൂ, എഫ് ഓഫ് എന്റെ പേരെന്താ? എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്മോൾ എം ആ. അപ്പൊ സ്മോൾ എം എന്നുള്ളത് എവിടെ ഉണ്ട്? എഫ് ഓഫ് ഐക്കകത്തുണ്ട് അല്ലെ. സ്മോൾ എം എന്നുള്ളത് എഫ് ഓഫ് ഐക്കകത്തുണ്ട്. ഇതേപോലെ തന്നെ ബി എന്നതും ഐക്യകത്താണ്, ബി എന്നതും ഐക്യകത്താണ്. അപ്പൊ തീർച്ചയായിട്ടും എഫ് ഓഫ് ഐന്റെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് ബിയും ഇതിനകത്ത് എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും അല്ലെ. എഫ് ഓഫ് ബിയും എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും. കാരണം ഐക്യകത്തെ എലമെന്റുകളുടെ ഇമേജസിന്റെ കളക്ഷനാണ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും എഫ് ഓഫ് ബിയും എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും. ആയതിനാൽ എഫ് ഓഫ് ബിന്റെ മറ്റൊരു പേര് ക്യാപിറ്റൽ എം എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോവാണ് സ്മോൾ എം കോമ ക്യാപിറ്റൽ എം, രണ്ടും ഇതിനകത്തുണ്ട്, എഫ് ഓഫ് ഐക്കകത്തുണ്ട് അല്ലെ. ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്. സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്ത് എലമെന്റുകളാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞു. അതിലെ രണ്ടറ്റം സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? രണ്ടിന്റെയും ഇടയിലുള്ള പോയിന്റും അതിനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ സ്മോൾ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും ഇടയിൽ നിന്ന് ഞാനൊരു കെ എടുക്കുകയാണ്. നമുക്ക് സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും മാത്രമേ എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടെന്ന് കിട്ടിയിട്ടുള്ളൂ. ഇടയിലുള്ള എല്ലാ പോയിന്റ്സും ഉണ്ടെങ്കിലല്ലേ ഈ ഇന്റർവെല് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തുണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ ഈ രണ്ടെണ്ണത്തിന് ഇടയിൽ നിന്ന് കെ എടുത്തു. കെ എന്നുള്ള ഒരു ആർബിട്രറി എലമെന്റാണ്. സ്മോൾ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും ഇടയിൽ ഏത് പോയിന്റ് ആവാം കെ എന്ന് പറഞ്ഞാൽ. കെ എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. ഇംപ്ലൈസ് നമുക്ക് സ്മോൾ എമ്മിന്റെ യഥാർത്ഥ പേര് എഴുതാം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ ആരാ? സ്മോൾ എം എന്ന് പറഞ്ഞാൽ ഇൻഫിമാണ്. അപ്പോൾ ഇൻഫിമം എഫ് ഓഫ് ഐ അത് എഴുതാം. ലെസ് ദാൻ കെ, ലെസ് ദാൻ. നോക്കൂ, ക്യാപിറ്റൽ എം ആരാ? ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ സുപ്രീമാണ്. സുപ്രീമം എഫ് ഓഫ് ഐ ഇങ്ങനെ കിട്ടി അല്ലേ. ഇൻഫിമം എഫ് ഓഫ് ഐന്റെയും സുപ്രീമം എഫ് ഓഫ് ഐന്റെ ഇടയിലാണ് കെ. നമ്മൾ ഈ ക്ലാസ്സിന്റെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു തിയറം എടുത്തിട്ടുണ്ട്. അതായത് ബോൾസാനോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്, ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ കൊറോളറി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. ആ കൊറോളറിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻഫിമം എഫ് ഓഫ് ഐന്റെയും സുപ്രീമം എഫ് ഓഫ് ഐന്റെയും ഇടയിലാണ് കെ എങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഒരു സി എക്സിസ്റ്റിംഗ് there exists ഒരു സി കാണാം. സി ബിലോങ്സ് ടു ഐ, ഐക്കകത്തൊരു സി കാണാം. എങ്ങനെയെന്നാൽ സച്ച് ദാറ്റ് എഫ് ഓ സി ഈക്വൽസ് കെ, എഫ് ഓ സി ഈക്വൽസ് കെ ആവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ കെ ഏതോ ഒരു സിയുടെ ഇമേജ് ആവുന്ന തരത്തിൽ ഒരു സി കാണാം ഐക്കകത്ത്. നമ്മൾ പഠിച്ചതാണ്. ഞാൻ അതിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മനസ്സിലായോ? അപ്പോൾ ഇൻഫിമം എഫ് ഓഫ് ഐന്റെയും സുപ്രീമം എഫ് ഓഫ് ഐന്റെയും ഇടയിലാണ് കെ എങ്കിൽ ആ കെ ഇമേജ് ആയി വരുന്നൊരു സി ഐക്കകത്ത് കാണാം. ഇതാണ് ആ കൊറോളറി, ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ കൊറോളറി പറഞ്ഞത്. അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞ പ്രകാരം സി എന്നുള്ളത് ഐക്കകത്താണ്. സി ഐക്കകത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എഫ് ഓഫ് സി ഇതിനകത്ത് ഉണ്ടാവും, എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും.
എഫ് ഓഫ് ഐന്റെ ഡെഫിനിഷൻ അതാണ്. ഐക്യകത്തെ ഏത് പോയിന്റിന്റെയും ഇമേജ് എഫ് ഓഫ് ഐക്കകത്ത് ഉണ്ടാവും. സി എന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സി ഐക്യകത്ത് എലമെന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് സി എഫ് ഓഫ് ഐക്കകത്താണ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ കെ ആണ്. അപ്പൊ കെ എന്ത് കിട്ടി? കെയും എഫ് ഓഫ് ഐക്കകത്തുണ്ടെന്ന് കിട്ടി അല്ലേ? കെയും എഫ് ഓഫ് ഐക്കകത്തുണ്ടെന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം അവിടെ നിർത്തുന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്. ഇതാ അവിടെ പ്രൂവ് ചെയ്തു. സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്. സ്മോൾ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും ഇടയിലെ ഏത് കെ എടുത്താലും ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റും എഫ് ഓഫ് ഐക്കകത്തുണ്ട് അല്ലേ? അതിനർത്ഥം എന്താ? അതിനർത്ഥം ഈ ഇന്റർവെൽ മൊത്തം എഫ് ഓഫ് ഐക്കകത്തുണ്ട്. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? സ്മോൾ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്, ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐക്കകത്തുണ്ട്, ഇടയിലുള്ള ഏത് കെ എടുത്താലും അത് എഫ് ഓഫ് ഐക്കകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് ഇങ്ങനെയും കിട്ടി. ഇവിടെ ഓൾറെഡി നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ 1 ഇതിനെ 2 ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ചേർത്താൽ നമുക്ക് എഫ് ഓഫ് ഐ ഈക്വൽസ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ സ്മോൾ എം കോമ ക്യാപിറ്റൽ എം ഇങ്ങനെ കിട്ടും. സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും സുപ്രീം ഇൻഫിം ഒക്കെയാണ്, റിയൽ നമ്പറുകളാണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആരോട് ഈക്വലാ? എഫ് ഓഫ് ഐനോട് ഈക്വലാ. അപ്പോൾ എഫ് ഓഫ് ഐ എന്താ? ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ് ഇസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ അല്ലേ? ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആവുകയും എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുകയും ചെയ്താൽ തീർച്ചയായിട്ടും എഫ് ഓഫ് ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഇസ് എന്തായിരിക്കും? ഇസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ. അതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിന്റെ കണ്ടിന്യൂസ് ഇമേജും ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ തിയറം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തൊട്ടടുത്ത ഒരു റിസൾട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.